സോ ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് പഠിക്കാനുള്ളത് കോൺസെപ്റ്റ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആദ്യത്തെ പോർഷൻ കോൺസെപ്റ്റ് ഓഫ് ഡിമാൻഡ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ മീനിങ് പറയാം, അതേപോലെ തന്നെ എന്താണ് ലോ ഓഫ് ഡിമാൻഡ്, അതേപോലെ സമയം അനുവദിക്കുകയാണെന്ന് വെച്ചാൽ അസംഷൻസ് ഓഫ് ദ ലോ ഓഫ് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഡിമാൻഡ് നിങ്ങൾ പ്ലസ് ടുവിൽ ഏകദേശം ഒരുവിധം ആൾക്കാരും കവർ ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഡിമാൻഡ്, എന്താണ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസിങ് തിയറി എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കൂ, എന്താണ് ഡിമാൻഡിൻ്റെ മീനിങ്. ഡിമാൻഡ് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. നമ്മൾ ബിസിനസ്മാൻ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിൻ്റെയും ബേസിസ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിനുള്ള ഡിമാൻഡാണ്. ജസ്റ്റ് എ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ഓക്കെ, നമുക്കറിയാം, പറയപ്പെടുന്ന എന്താണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ എന്താണ്, ആവശ്യം ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അതായത് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ഇൻവെൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മളത് ഇൻവെൻറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഇൻവെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മദറായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്, ഒരു ഇൻവെൻഷൻ്റെ മദർ എന്ന് പറയുന്നത് അതിൻ്റെ അത്യാവശ്യം തന്നെയാണ്, അല്ലേ. ഇൻ ഓർഡിനറി ലാംഗ്വേജ് ഡിമാൻഡ് മീൻസ് ഡിസയർ. നമ്മൾ സാധാരണഗതിയിൽ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസയർ എന്ന് പറയും. ഡിസയർ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ എന്താണ്, വിഷ് ടു ഹാവ് സംതിങ്. എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടേതാവാൻ ആഗ്രഹിക്കുന്നതാണ് വിഷ്, അല്ലേ. അപ്പോൾ ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷാണ്, ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസയറാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് സാധാരണഗതിയിൽ ഓർഡിനറി ലാംഗ്വേജിലാണ് പറയുന്നത്. ബട്ട് ഇൻ എക്കണോമിക്സ് ഇറ്റ് ഹാസ് സ്പെഷ്യൽ മീനിങ്. പക്ഷേ എക്കണോമിക്സിൽ ഇതിന് സ്പെഷ്യൽ മീനിങ് ആണ്. മിയർ ഡിസയർ ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഡിമാൻഡ് ഇൻ എക്കണോമിക്സ്. അതായത് മിയർ ഒരു ഡിസയർ ഉണ്ടായിട്ട് കാര്യമില്ല, അതൊരിക്കലും നമുക്ക് ഡിമാൻഡാണ് എന്നുള്ളത് എക്കണോമിക്സിൽ പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എ മൈസർ ഹാസ് ഡിസയർ ആൻഡ് എബിലിറ്റി ടു പേ റെൻറ്റ് ഫോർ എ റൂം ഇൻ ഹോട്ടൽ ഈസ് നോട്ട് എ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഒരു മൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പിശുക്കൻ, അല്ലേ. പിശുക്കന് ഒരു ഹോട്ടലിൽ, വലിയ ഹോട്ടലിൽ ഒരു റൂം എടുക്കണം, റെൻറ്റിന് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിമാൻഡ് എന്ന് പറയാൻ പറ്റില്ല, അല്ലേ. ദിസ് ഈസ് നോട്ട് സോ ബിക്കോസ് ഹീ ഈസ് നോട്ട് വില്ലിങ് ടു പേ ഫോർ ഇറ്റ്. കാരണം എന്താണ്, അവിടെ അദ്ദേഹം ഒരു പിശുക്കനായ കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള റെൻറ്റുള്ള ഒരു ഹോട്ടലിന് പേ ചെയ്യാൻ അദ്ദേഹം വില്ലിങ് അല്ല, അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, ആഗ്രഹം മാത്രമേ ഉള്ളൂ, വില്ലിങ്നെസ് ടു പേ ഇല്ല. ബട്ട് ഹീ ഈസ് നോട്ട് ഹാവിങ് ദ നെസസറി ടു പർച്ചേസിങ് പവർ ടു ബൈ എ കാർ. അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കാം, എനിക്കൊരു കാറ് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഐ ഡോണ്ട് ഹാവ് എനി കപ്പാസിറ്റി ടു പർച്ചേസ് എ കാർ. അപ്പോൾ എന്താണ്, ആഗ്രഹം ഉണ്ടാവും, പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ടാവില്ല. അങ്ങനെ പർച്ചേസിങ് കപ്പാസിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ആഗ്രഹത്തിന് മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, ഡിമാൻഡ് എന്നുള്ളത് എക്കണോമിക്സിൽ പറയുള്ളൂ. Thus, a desire which is backed by willingness to pay and ability to pay is called demand in economics. അപ്പോൾ എന്താ പറയുന്നത്, ഒരു ഡിസയറോട് കൂടിയ ഡിസയറും വേണം, അതേപോലെ എബിലിറ്റി ടു പേ, എമൗണ്ട് എന്തെങ്കിലും പേ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും വേണം. എന്നാൽ മാത്രമേ നമുക്കതിനെ ഡിമാൻഡ് എന്ന് എക്കണോമിക്സിൽ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ഡിമാൻഡ് ഈസ് ആൻ എഫക്റ്റീവ് ഡിസയർ. A demand which cannot be met due to shortage of commodity known as an unsustainable demand. ഓക്കെ, സാധാരണഗതിയിൽ എന്താ പറയുന്നത്, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഡിസയറും ഉണ്ട്, പക്ഷേ നമുക്ക് പർച്ചേസിങ് പവറും ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു എക്കണോമിക്സിൽ നമുക്ക് ഡിമാൻഡ് എന്ന് പറയാം, അല്ലേ. ഒരു എഫക്റ്റീവ് ഡിസയർ ആയിരിക്കും എന്താണ്, എ ഡിമാൻഡ് വിച്ച് കനോട്ട് മെറ്റ് വിത്ത് ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് കമോഡിറ്റീസ് നോൺ ആസ് ആൻ അൺസസ്റ്റൈനബിൾ ഡിമാൻഡ്. അതായത് എന്താണ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡിമാൻഡ് അല്ല എന്നാണ്, അൺസസ്റ്റൈനബിൾ ഡിമാൻഡ് ആണ് എന്നുള്ള പറയുന്നത് എന്താണ്, നമുക്ക് എന്തെങ്കിലും വാങ്ങാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഷോർട്ടേജ് ആണെങ്കിൽ അതിനെ അൺസസ്റ്റൈനബിൾ ഡിമാൻഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് എന്താണ് ഡിമാൻഡ് എന്നുള്ളതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി എന്താണ് ലോ ഓഫ് ഡിമാൻഡ്. ഈ ഡിമാൻഡിന് ഒരു നിയമമുണ്ട്, ലോ ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ലോ ഓഫ് ഡിമാൻഡ്. എക്സ്പീരിയൻസ് ടെൽസ് us that generally when the price of a commodity falls, the quantity demanded increases, and when its price increases, its quantity demanded
ഡിക്രീസസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം, സാധാരണ പ്രൈസ് കൂടുന്ന സമയത്ത് എന്തായിരിക്കും, ഡിമാൻഡ് കുറയും. ഓക്കെ, അതേപോലെ പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടും അല്ലേ. അപ്പോൾ ഈ ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഈസ് പ്യുവർലി ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് എ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, thus there is an inverse relationship between the price of a commodity and quantity demanded. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ആ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് അനുസരിച്ച് ഡിമാൻഡും ഇതും തമ്മിൽ ഭയങ്കര റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇൻ എക്കണോമിക്സ് ദിസ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് ലോ ഓഫ് ഡിമാൻഡ്. എക്കണോമിക്സിൽ ഈ ഒരു നിയമത്തിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമാൻഡ്. ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് എ ഹയർ പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ് ആൻഡ് അറ്റ് ലോവർ പ്രൈസ് ഹയർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്. അപ്പോൾ നോക്കൂ, സാധാരണഗതിയിൽ എക്കണോമിക്സിൽ പറയുന്നുണ്ട് ഹയർ പ്രൈസിൽ ലോ ക്വാണ്ടിറ്റി നമ്മൾ ഡിമാൻഡ് ചെയ്യും, അതേപോലെ ലോവർ പ്രൈസിൽ ഹൈ ക്വാണ്ടിറ്റി നമ്മൾ ഡിമാൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതാണ് ലോ ഓഫ് ഡിമാൻഡ്. വെൻ പ്രൈസ് ഇൻക്രീസസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിക്രീസസ് ആൻഡ് വെൻ ദ പ്രൈസ് ഡിക്രീസസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, ഇനി ഇതിന് കുറച്ച് അസംഷൻസും പറയുന്നുണ്ട്. ഈ പറയുന്ന ഒരു നിയമം വർക്കൗട്ട് ആവണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്തേ പറ്റൂ. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് എന്ന് കരുതപ്പെട്ടേ പറ്റൂ. ഓക്കെ, അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് അസംഷൻസ് ഓഫ് ദ ലോ ഓഫ് ഡിമാൻഡ് ആർ ഇൻകം ഓഫ് ദ ബയർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അയാളുടെ ഇൻകം ഇപ്പോൾ 10 രൂപയാണ് കയ്യിലാണെങ്കിൽ 10 രൂപ തന്നെ ആയിരിക്കണം കയ്യിലുണ്ടാവേണ്ടത്. ഓക്കെ, പിന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് റിമെയിൻസ് ദ സെയിം. അതായത് അയാളുടെ ടേസ്റ്റിനോ പ്രിഫറൻസിനോ ചേഞ്ചസ് വരാൻ പാടില്ല. പിന്നെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻറ്റ്സ് ഗുഡ്സും ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ റിലേറ്റഡ് ഗുഡ്സിന് നമ്മൾ ഈ ഗുഡ് അല്ലെങ്കിൽ വേറൊരു ഗുഡ് കൊണ്ട് നമ്മുടെ ചോയ്സസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗുഡ്സിനെയാണ് ഈ എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അഥവാ കോംപ്ലിമെൻ്റ് ഗുഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസും എന്താണ്, സെയിം ആയിരിക്കണം. ഓക്കെ, അതിലും ചേഞ്ച് ഉണ്ടാകാൻ പറ്റില്ല. എന്താണോ മാർക്കറ്റ് പ്രൈസ് വെച്ചാൽ അത് തന്നെ ആയിരിക്കണം. പിന്നെ കൺസ്യൂമേഴ്സ് ഡു നോട്ട് നോ എബൌട്ട് എനി ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്. ഒരു പുതിയ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മുടെ കൺസ്യൂമേഴ്സിന് അറിവ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ദർ ഈസ് നോ എക്സ്പെക്റ്റേഷൻ ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് കൊമോഡിറ്റി ഇൻ ദ നിയർ ഫ്യൂച്ചർ. പിന്നെന്താണ്, നമ്മുടെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന കൊമോഡിറ്റിയുടെ പ്രൈസ് നിയർ ബൈ ഫ്യൂച്ചറിലൊന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ദ കൊമോഡിറ്റി ഷുഡ് നോട്ട് ബി എ പ്രസ്റ്റീജ് കൊമോഡിറ്റി. അതൊരു നമ്മൾ ലക്ഷറിക്കോ അല്ലെങ്കിൽ ഒരു റൈഡിനോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആകരുത്. ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ എന്തായിരിക്കണം, ചേഞ്ച് ഇല്ലാതെ തന്നെ നിൽക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ 7 കാര്യങ്ങളും ഒത്തു വന്നാൽ മാത്രമേ ഈ ലോ ഓഫ് ഡിമാൻഡ് വർക്കാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന അസംഷൻസൊക്കെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അതായത് ഇന്ന കാര്യങ്ങളെല്ലാം റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ്, അതായത് ഹയർ പ്രൈസിൽ ലോ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നു, അതേപോലെ ലോ പ്രൈസിൽ ഹയർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നുള്ള ഒരു ലോ ഓഫ് ഡിമാൻഡ് വർക്കൗട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ.